RSS പരിപാടിയിൽ പങ്കെടുത്ത 3 VC-മാരും കേരളത്തോട് മാപ്പ് പറയണമെന്നാണ് മുഖ്യമന്ത്രിയായ VD സതീശന്റെ വാദം. ശരിക്കും പറഞ്ഞാൽ ഈ VC-മാര് RSS പരിപാടിയിൽ പങ്കെടുത്ത എന്താ കുഴപ്പം? ഇതൊരു എനിക്ക് തോന്നുന്നത് VD സതീശൻ മുസ്ലിം ലീഗിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പറയുന്ന ഒരു സംഭവം. കാരണം ലീഗ് സതീശനും അറിയാം ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന്. പക്ഷെ ലീഗിന്റെ ആളുകളുണ്ട്. കാരണം സതീശന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് മുസ്ലിം ലീഗാ. KC വേണുഗോപാൽ വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ VD സതീശൻ തന്നെ വേണമെന്ന് പറഞ്ഞ ലീഗാ. ലീഗിനെ ഒന്ന് തൃപ്തിപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു ഗിമ്മിക്കാണ്. ഇതിലൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് വ്യക്തമായിട്ട് സതീശൻ അറിയാം. അപ്പൊ ഇതിൽ ഈ മൂന്ന് VC-മാർ രാജിവെക്കണം വേണ്ടെന്നുള്ളത്. RSS അല്ലെങ്കിൽ BJP എന്താണെങ്കിലും അതൊരു ഇവിടുത്തെ എല്ലാ പ്രസ്ഥാനങ്ങളും പോലെ തന്നെ ഉള്ള ഒരു പ്രസ്ഥാനമാണ്. അവിടെ ജനാധിപത്യ രാജ്യത്ത് അവർക്ക് എവിടെ വേണമെങ്കിലും പോവാം. നമ്മൾ VC-മാരെ വിമർശിക്കേണ്ട എങ്ങനെയാ? അവരെടുക്കുന്ന തീരുമാനങ്ങൾ, ഒഫീഷ്യലി അവരെടുക്കുന്ന തീരുമാനങ്ങൾ യുക്തിപരമാണോ അല്ലേ, വേറെ അതിനെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഇല്ലേ, ഈ രീതിയിലാണ് നമ്മൾ വിമർശിക്കേണ്ടത്. അവരെ രാഷ്ട്രീയം അല്ലെങ്കിൽ അത് അവരുടെ പ്രവൃത്തിയിലോ സ്റ്റേറ്റ്മെന്റ്സിലോ കാണിക്കാത്തടത്തോളം കാലം അത് അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഗവൺമെന്റ് തന്നെ സിവിൽ സർവൻസ് എന്ന് വെച്ചാൽ ജോലിക്കാർ, കേന്ദ്രമാണോ കേരളമാണോ സ്റ്റേറ്റ് ആണോ നോക്കാം. ഈ പറഞ്ഞ സെൻട്രൽ ഗവൺമെന്റ് തന്നെ RSS ഉള്ളവർക്ക് പ്രവർത്തിക്കാന്ന് ഓൾറെഡി കഴിഞ്ഞ കൊല്ലം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് കോൺഗ്രസ് സ്ഥിരമായി ചെയ്യുന്ന ഒരു കാര്യം. എനിക്കൊന്ന് കഴിഞ്ഞ കൊല്ലം മല്ലികാർജുന ഖാർഗെയുടെ മകനാണോ പുള്ളിയാണോ എന്നല്ല, അവര് ഈ പറഞ്ഞ പോലെ ഞാൻ RSS-നെ നിരോധിക്കാൻ പോവാന്ന് പറഞ്ഞോണ്ട് കർണാടകയിലെ പിന്നെ അതുപോലെ തന്നെ ഭരണം കിട്ടിയ ഞാൻ RSS-നെ ബാൻ ചെയ്യുന്നു പറഞ്ഞു. RSS-നെ ബാൻ ചെയ്യണമെന്നാണ് കോടതി പോയി. കോടതി വരെ എല്ലാം കൂടി കളിയാക്കി വിട്ടതാ. കാരണം നടപ്പില്ലാണ്ട് കളിയാക്കി വിട്ടു. അപ്പൊ ഇങ്ങനെ കോൺഗ്രസ് സ്ഥിരമായി ചെയ്യുന്നത് ഈ മുസ്ലിം വോട്ട് ബാങ്കിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഞങ്ങളിതാ ഇപ്പം ഒരു ഫീലിംഗ് ഉണ്ടാക്കാം. ഞങ്ങളിതാ ഇന്ന് RSS-നെ തീർക്കും, നാളെ നമ്മൾ RSS-നെ തീർക്കും, ഞങ്ങൾക്ക് ഭരണം കിട്ടിയാൽ നമ്മൾ RSS-നെ തീർക്കും എന്നുള്ള അതില് പിന്നെ VC-മാർക്ക് ഇപ്പൊ അങ്ങനെയാണ്. ഇപ്പൊ VD സതീശൻ ഈ പറയുന്ന പ്രതിജ്ഞ ചൊല്ലിയത് ഗവർണർ RSS-കാരനാണ്. VD സതീശൻ പ്രധാനമന്ത്രി RSS-കാരനാണ്. ഇവിടെ ചീഫ് മിനിസ്റ്റേഴ്സ് ഭൂരിപക്ഷം RSS-കാരാണ്. MP-മാര് MLA-മാര് എല്ലാം ഭൂരിപക്ഷം RSS-കാരാണ്. അപ്പൊ പിന്നെ ഇതൊക്കെ ഇവരോടൊന്നും സംസാരിക്കാതെ VD സതീശൻ എങ്ങനെയാ? അപ്പം ഇതിലൊന്നും കാര്യമില്ല. ഇതൊക്കെ ഈ മുസ്ലിം ലീഗിനെ അല്ലെങ്കിൽ ലീഗിനെ പറ്റിക്കാനുള്ള ഒരു ഗിമ്മിക്കുമാണ്. പക്ഷെ ഇതൊരു ഡേഞ്ചറസ് ആയ സംഭവമാണ്. കാരണം അതൊരു ഫാസിസാണ്. ആക്ച്വലി ജനാധിപത്യ രാജ്യത്ത് ഇങ്ങനെ അനുവദിക്കാൻ പറ്റില്ല. ഒരു ഇന്ന പാർട്ടിക്കാരെ അടുത്ത് പോകാൻ പറ്റില്ല. അപ്പൊ അവര് മുസ്ലിം ലീഗിന്റെ പരിപാടി പോയാൽ സതീശനൊന്നും പറയില്ല, അല്ലെങ്കിൽ കാന്തപുരത്തിന് അടുത്ത് പോയാൽ ഒന്നും പറയില്ല. RSS-ന് അടുത്ത് പോകുമ്പോൾ മാത്രം പ്രശ്നമാവുന്നത് ഒന്നും പറ്റില്ല. അപ്പൊ RSS-ന് അടുത്ത് പോകുമ്പോൾ മാത്രം പറയുന്നത് അതൊരു അവരുടെ ഒരു ഫാസിസം നടപ്പാക്കുകയാണ്. അതൊരു ഡേഞ്ചറസ് സിറ്റുവേഷൻ. ഇപ്പോ ഈ ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്ത SDP-യുടെ CP ജോൺ നമ്മുടെ മന്ത്രിയാണ്. അതേപോലെ തന്നെ പാട്ടൊക്കെ പാടി അതന്നെ ഹസനുണ്ട്. ഹസൻ ഇപ്പൊ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊടുക്കാൻ പോവാണെന്ന് ഒരു വാർത്തയൊക്കെ കേൾക്കുന്നുണ്ട്. ഇതൊന്നും ഒരു കുഴപ്പമില്ല. ഇപ്പൊ SDP എന്ന് പറഞ്ഞൊരു പാർട്ടിയുടെ ഇഫ്താർ വിരുന്നിൽ ഇവർ പങ്കെടുക്കുമ്പോൾ ഒരു പ്രശ്നമില്ല. RSS-ൽ പങ്കെടുക്കുമ്പോഴാണ് ഇവർക്ക് പ്രശ്നം. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം SDP എന്താണ്, SDP പാർട്ടി ഏതാണ്. ഈ കഴിഞ്ഞ മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച AK മഷ്റഫ് എന്ന് പറഞ്ഞിട്ടുണ്ട് സെക്കുലർ പാർട്ടിയാണ് SDP എന്നുള്ളത്. അതുപോലെ ജമാഅത്തെ ഇസ്ലാമി ഇപ്പൊ അവർക്ക് മതപരമായിട്ടുള്ള ആശയങ്ങളൊന്നും ഇല്ലാന്ന് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവർ തമ്മിലൊരു അന്തർധാര എല്ലാവർക്കും മനസ്സിലാവുന്നത് തന്നെയാണ്. മുസ്ലിം വോട്ട് ബാങ്കിനെ തൃപ്തിപ്പെടുത്തുന്നത് വെച്ചാൽ അതിപ്പോ ഇസ്ലാമിക സംഘടനയാണെങ്കിൽ ഇവിടെ ആർക്കും പ്രശ്നമില്ല. RSS എന്ന് പറയുമ്പോൾ RSS ഒരു ഈ പറയുന്ന പോലെ ജാതി മത ആൾക്കാർ മാത്രമൊന്നും പറയുന്നതല്ല. അപ്പം ഒരു വോട്ട് ബാങ്കിനെ തൃപ്തിപ്പെടുത്തണം. ഇത് പറഞ്ഞ് ചുമ്മാ പറയാന്ന് സതീശനും അറിയാം. പക്ഷെ എനിക്കറിയില്ല, അതൊരു എന്താ പറയാ, ഒരു ചുമ്മാ ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നു ഞാൻ ഇതിനെതിരാന്ന് കാണിക്കണം എന്നുള്ള മാത്രം. പക്ഷെ എന്ന് വെച്ചാൽ ആളുകൾ ശ്രദ്ധിക്കും. ഇത് ഇങ്ങനത്തെ ലീഗിനെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി പറയും തോറും ഈ RSS വളരെ ചെയ്യാം. ആളുകൾക്ക് മനസ്സിലാവും എന്തൊരു വിവേചനം എന്ന് ആളുകൾ ശ്രദ്ധിക്കും. അത് കൂടുതൽ പോളറൈസ്ഡ് ആവും. അതിന്റെ പ്രശ്നം ഇതേ മുഖ്യമന്ത്രി തന്നെയല്ലേ വർഷങ്ങൾക്ക് മുന്നേ RSS-ലെ അവിടെ പോയിട്ട് ഒരാളുടെ പ്രതിമയുടെ മുന്നിൽ വിളക്ക് കത്തിക്കുന്ന രംഗം നമ്മൾ കണ്ടതാണ്. അതെ. അപ്പൊ അങ്ങനെയാണ് ഏറ്റവും വലിയ വർഗീയവാദി ആരാണ്? ഇപ്പൊ കേരളം ഭരിക്കുന്ന ആള് തന്നെയല്ലേ. അതിപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഈ അടുത്ത് ഇപ്പം നമുക്ക് അറിയുന്ന ചില ചാനലുകളുണ്ട്, നമ്മൾ ആ മീഡിയ മുക്കാൽ എന്നൊക്കെ പറയുന്ന ചാനലുകളുണ്ട്. ഇവർ ഓൾറെഡി VD സതീശൻ സംഖ്യയാണെന്ന് പറഞ്ഞു വരുന്നുണ്ട്. ഫുള്ളായിട്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല, അത് ഉറപ്പാണ്. അത് കേരളത്തിൽ ആര് ഭരിച്ചാലും ഇപ്പൊ ഇസ്ലാമിനെ തൃപ്തിപ്പെടുത്തുന്നില്ലെങ്കിൽ അപ്പോൾ ഇവര് സംഖ്യയാണെന്നുള്ള ലേബൽ ഇറക്കും. അത് കഴിഞ്ഞോടെ പിണറായിനെ സംഖ്യ എന്ന് വിളിക്കുന്ന പോലെ തന്നെ സതീശനെ വിളിച്ച് തുടങ്ങിയിട്ടില്ല, ഇങ്ങനെ വരികയാണ്.